നമുക്ക് മീറ്റിംഗ് ലീഡ് ചെയ്ത പ്രിയ റൂബി സിസ്റ്റർ, വർഷിപ്പ് ലീഡ് ചെയ്ത ഗോഡ്സ് ഓൺ ഫാമിലി മിനിസ്ട്രീസ്, കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നല്ലൊരു ആത്മസാന്നിധ്യം അനുഭവിക്കാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ മോളെ, പ്രിയ ബ്രദറിനെ കർത്താവ് ഹല്ലേലൂയ ആരാധന ലീഡ് ചെയ്യാൻ കർത്താവ് ബലപ്പെടുത്തിയത് ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. വീണ്ടും ദൈവകുഞ്ഞുങ്ങളോട് കൂടി ആയിരിക്കാൻ ഒരവസരവും കൂടെ കർത്താവ് തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പാട്ട് പാടിയപ്പം ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു. ആ പാട്ട് ഹല്ലേലൂയ സ്തോത്രം ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൽ നിന്നാണല്ലോ ആ ദൈവത്തിന്റെ ആത്മാവ് ആ പാട്ട് നമുക്ക് തരാനിടയായത്. ആവർത്തനം 32-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം മുതൽ തൊട്ട് വായിക്കുമ്പോൾ, താൻ അവനെ മരുഭൂമിയിലും ഊളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു. അവനെ ചുറ്റി പരിപാലിച്ചു, കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തന്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. യഹോവ തനിയെ അവനെ നടത്തി, അവനോടുകൂടി അന്യ ദൈവം ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. ആ പാട്ടിന്റെ ആഴവും അർത്ഥവും ഹല്ലേലൂയ ഗ്രഹിച്ചുകൊണ്ടാണോ നമ്മൾ പാടുന്നത്? പ്രാണപ്രിയൻ ചങ്കിലെ ചോര കൊണ്ട് നമ്മെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. ഒരു ചെറിയൊരു അനുഭവമല്ല. ഞാന് ഒന്നും ഹല്ലേലൂയ സ്തോത്രം എഴുതി വെച്ചോണ്ടൊന്നും ഒരു വചനമൊന്നും സത്യം പറഞ്ഞാല് ഇന്ന് രാവിലെ പ്രിയ ബീന സിസ്റ്റർ പറഞ്ഞ പോലെ ഭയങ്കര തിരക്കായിരുന്നു, ഒരിക്കലും ഇല്ലാത്ത പോലെ. ഇന്നലെ ചർച്ചിന്റെ മീറ്റിംഗ് ആയിരുന്നു. പിന്നെ 2-3 ദിവസം വ്യാഴാഴ്ച എല്ലാ ദിവസവും ഇവിടെ മീറ്റിംഗ് ഉണ്ട്. ബാക്കി എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് രാവിലെ ഒക്കെ വെറുതെ ഇരിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ മുതൽ തിരക്കായിരുന്നു, ദൂരെ ആയിരുന്നു മീറ്റിംഗ്. അപ്പം കുറച്ച് നേരത്തെ വന്നു, മീറ്റിങ്ങിന് കയറി. ഹല്ലേലൂയ. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, കടന്നു വന്ന് കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമാകണമേ, ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളെ ഉറപ്പിക്കണമേ ഒക്കെ ദൈവസന്നിധി പ്രാർത്ഥിച്ചു, കർത്താവിൽ ആശ്രയിച്ചു. ആ മറിയാം കർത്താവിന്റെ പാദപീഠത്തിൽ ആ കാല് കഴുകിയതുപോലെ ഹല്ലേലൂയ കണ്ണുനീരും കൊണ്ട് കഴുകി മുടി കൊണ്ട് തോർത്തി ചുംബിച്ചതുപോലെ ആ മറിയയ്ക്ക് ലഭിച്ച വലിയ വായ്ത്തത്വം അല്ലേ? മാർക്കോസ് സുവിശേഷം 14-ാം അധ്യായം പഠിക്കും, നമുക്കറിയാം. അവരോട് പറയുക ഹല്ലേലൂയ സ്തോത്രം, ഭൂലോകത്ത് എവിടെയൊക്കെ വചനം എത്തുന്നു അവിടെ എല്ലാം നിന്നെയും അറിയുക. ഹല്ലേലൂയ. ആ സ്നേഹം പകർന്നപ്പോൾ ഇന്ന് നമ്മളും അവളുടെ കാര്യം പറയുക അല്ലേ? മിക്ക ആര് മെസ്സേജ് തരാൻ, ആര് വചനം പറയുന്നു, ആ വചനം പറയുന്ന സമയത്ത് അവളുണ്ട് കൂടെ അല്ലേ? ഹല്ലേലൂയ. അതുപോലെ നമ്മളും പ്രിയ ദേവദാസി പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞു, അനേകർ പിന്മാറ്റത്തിൽ പോയിരിക്കുന്ന അനേകരെ മടക്കി കൊണ്ടുവരണേ. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർ അനേകര് ഇവിടെ അപ്പായുടെ സ്നേഹം അനുഭവിക്കാത്തവർ, അറിയാത്തവർ അനേകരുണ്ട്. അപ്പായേ അവരെയൊക്കെ ഒന്ന് മടക്കി കൊണ്ടുവരണേ. അതിന് നമുക്കെവിടെ സമയമല്ലേ? നമ്മുടെ വിഷയങ്ങൾ തീർന്നിട്ട് വേണമല്ലോ. പിശാച് ഭയങ്കര തന്ത്രശാലിയാ. ഈ പട്ടിക്ക് ഒരു എല്ലിട്ട് കൊടുക്കണ പോലെ അമ്മക്ക് എന്തെങ്കിലും ഒരു വിഷയം ഇട്ട് തരും, എന്നിട്ട് പറയും നീ അവിടെ ഇരുന്നോളാൻ പറയും ഇല്ലേ? അത് അവന്റെ വലിയ തന്ത്രമാണ്. നമുക്കതറിയത്തില്ല. അതാ സാത്താന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലല്ലോ അല്ലേ? നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. അവന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പി, എന്നാൽ അവൻ ഓടിപ്പോകുന്നു. നടന്നു പോകുന്നല്ല, അവൻ ഓടുവന്ന്. ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിയോടും. ഹല്ലേലൂയ. ആ അത്യുന്നതന്റെ മറവില്, ആ ചിറകടിയിൽ അല്ലേ? 91-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ആ അത്യുന്നതന്റെ മറവില. അപ്പൊ ഞാൻ ഇതിങ്ങനെ വായിച്ചപ്പം 32-ാം ആവർത്തനം 32 വായിച്ചപ്പോ 10-ാം വാക്യം വായിച്ചപ്പോ, താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു. അവനെ ചുറ്റി പരിപാലിച്ചു, കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. അപ്പൊ ഞാന് ഈ കൊച്ചിലെ ഉള്ള ഒരു കാര്യം ഓർത്തു. ഈ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പുള്ള ഒരു അനുഭവം. ഈ രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാല് കണ്ണു തുറക്കാൻ പേടിയാ, ഇരുട്ടാ.
അപ്പം കണ്ണു തുറന്ന, കാരണം പേടി വേറെ ആരെയല്ല, പിശാചിനെയാ. അപ്പൊ വീട് വയനാടായതുകൊണ്ട് എന്റെ ചാച്ചന് ഒരുപാട് പണ്ട് ഇവര് പാലായിന്ന് പോയവരാ. ഇവരവിടെ ചെന്നപ്പോ മൊത്തം കാടായിരുന്നു. ഈ പട്ടന്മാരുടെ സ്ഥലമായിരുന്നു, പട്ടന്മാരുടെ സ്ഥലം. ഇവരവിടെ ഇവിടുന്ന് വിറ്റ് കുറച്ച് പൈസയും കൊണ്ടൊക്കെ അവിടെ ചെന്നിട്ട് അവിടെ കുറെ സ്ഥലമൊക്കെ വെട്ടിപ്പിടിച്ച്, എൻ്റെ അമ്മച്ചിയുടെ ഒരമ്മാച്ചന് അവിടെ എത്ര ഏക്കർ ഉണ്ടെന്ന് പോലും അറിയത്തില്ല, ഒരു പ്രദേശം മൊത്തം അമ്മാച്ചന്റെ. ഞാനിങ്ങനെ പഴയ കാലത്ത്, ഇനി ഇപ്പൊ ഈ മീറ്റിംഗ് ഓൺലൈൻ കൊണ്ടാ അവിടെ ഇപ്പൊ അമ്മാച്ചന്റെ മക്കൾ വല്ലവരും കേൾക്കുമോന്ന് അറിയത്തില്ല. 75 പൈസയും കൊണ്ട് വയനാട് കയറി എന്ന് പറഞ്ഞു. 75 പൈസയും കൊണ്ട് ഇന്നൊരു പ്രദേശം മൊത്തം അവരുടെ. അപ്പൊ ഞാൻ അവർക്ക് 75 പൈസയും കൊണ്ട് എന്നുവെച്ച്. പക്ഷെ അവര് കഷ്ടപ്പെട്ട് കാടൊക്കെ വെട്ടിത്തെളിച്ച് അവർക്ക് ജോലി ചെയ്യാനൊരു, കഷ്ടപ്പെടാൻ ഒരു മനസ്സുണ്ടായിരുന്നു. നമ്മുടെ ഇവിടുത്തെ പോലെയല്ല. ഞാനിവിടെ വന്ന് കൊച്ചു പ്രായത്തിലാണല്ലോ ഇവിടെ വരുന്നത്. എന്റെ സാക്ഷി ഞാൻ ആദ്യം ഒന്ന് കയറിയത്, ആദ്യം മക്കൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കാം. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഞാൻ വാടക വീട്ടിലോട്ടൊക്കെ വരുന്നു, വാടക വീട്. അപ്പൊ വാടക വീട്, അപ്പൊ ഒരു ജോലി ഇല്ലല്ലോ. ഒരു വർഷം ഒരു വീട്ടിൽ താമസിക്കും, ചിലപ്പോൾ 2 വർഷമായിരിക്കും. ഒരു വീട്ടിൽ മാത്രം ഞാൻ 7 വർഷം താമസിച്ചു. ബാക്കിയെല്ലാം 2 വർഷം ആകുമ്പോൾ കെട്ടിപ്പെറുക്കി വേറെ ഒരു വീട്ടിലോട്ട് പോവുക. അപ്പം ഈ ബിസിനസ് ഒക്കെ ആയതുകൊണ്ട് ഒരു ഗേറ്റും അതിലും പിന്നെ എങ്ങനെ അതിനകത്ത് അകത്തുള്ള ഒരു ജീവിതമാണ് എൻ്റെയും മക്കളുടെ. അപ്പം വീട്ടിലായിരുന്ന സമയത്ത് റെസ്റ്റ് എടുക്കാനൊന്നും സമയമില്ല, കഷ്ടപ്പാടോട് കഷ്ടപ്പാട്. ഞാൻ ചിലയിടത്തൊക്കെ എന്റെ സാക്ഷ്യം പറയാറുണ്ട്. ഒരു ബേബി ചേച്ചി ഉണ്ടായിരുന്നു. ബേബി ചേച്ചി കേൾക്കുന്നുണ്ടോന്ന് അറിയത്തില്ല, ചേച്ചിക്ക് ഇപ്പൊ വീടൊക്കെ ആയി കാണും. അപ്പൊ അന്ന് ഈ ബേബി ചേച്ചി വാടകയ്ക്ക് താമസിക്കുക, ജോലിയില്ല, വേലയില്ല, എപ്പൊ നോക്കിയാലും ബേബി ചേച്ചി റെസ്റ്റ് എടുക്കുക. ഇപ്പൊ ഞാനും എൻ്റെ സഹോദരങ്ങളും എൻ്റെ അമ്മയും ഞങ്ങൾക്ക് ഇരിക്കാൻ സമയമില്ല, രാവിലെ എഴുന്നേക്കണം. രാവിലെ എഴുന്നേറ്റിട്ട് എൻ്റെ ചാച്ചന് ചുമ്മാ അവിടെ ഓരോ ശീലങ്ങൾ, മിറ്റമൊക്കെ ഇങ്ങനെ ചാണകം തളിച്ചൊക്കെ ഇട്ടേക്കുവാ. ഇവിടുത്തെ പോലെ അവിടെ കളം വേണം, കുരുമുളകും കാപ്പിയും ഇതൊക്കെ ഉണക്കണമെങ്കിൽ. അപ്പൊ പരമ്പിട്ട് അതിനകത്ത് ഈ മെഴുകിയ ഈ കളത്തിനകത്താണ് ഈ പരമ്പൊക്കെ ഇട്ട് ഉണക്കുന്നത്. ദൈവമക്കളെ, അതിനകത്ത് വെള്ളം തളിച്ച് വേണം അടിച്ചു വാരാൻ. അത് എൻ്റെ ജോലിയാണ്, എൻ്റെ ചേച്ചിയുടെ ജോലിയാ അടുക്കളയിൽ. അപ്പൊ കുഞ്ഞിലെ നല്ല ജോലി ചെയ്യാതൊന്നും അവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാന് ഈ അവിടെ കടയിലൊക്കെ പോകുമ്പോൾ ബേബി ചേച്ചി പോകുമ്പോഴും അവിടെ വെറുതെ ഇരിക്കുന്ന കാണാം, വരുമ്പോഴും വെറുതെ ഇരിക്കുന്ന കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ ബേബി ചേച്ചിയെ പോലൊരു വാടക വീടായിരുന്നെങ്കിൽ എന്തോ സുഖമായിരുന്നു. ഇന്ന് കൃപയാൽ 25ാമത്തെ വർഷമാ വാടക. ആ പ്രാർത്ഥന തമ്പുരാനങ്ങ് കേട്ടു, അപ്പനങ്ങ് ഇഷ്ടമായി എന്നാ തോന്നുന്നേ. അപ്പൊ ഞാന് ബാക്കി കർത്താവിനോട് കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഞാനിങ്ങനെ പറഞ്ഞു, അപ്പായേ, ഞാനത് വെറുതെ പറഞ്ഞതാ, അതെന്നോടങ്ങ് ക്ഷമിച്ചേക്ക്, ഇനി എന്നെ വാടകയ്ക്ക് ഇട്ടേക്കല്ലേ. കാരണം കെട്ടിപ്പെറുക്കി പോവുക ദൈവമക്കളെ. ഞാനീ പറയുന്ന എന്നെ പോലെ അനുഭവിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ചില ഓണർമാർക്ക് നമ്മളെ ഇഷ്ടമാ, ചിലർക്ക് നമ്മളെ ഇഷ്ടമില്ല. എന്തോന്നൊന്നും അറിയത്തില്ലല്ലേ. ആ, ആരെങ്കിലും എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞ് നമ്മളൊന്നും ചെയ്തില്ലേലും നമ്മൾ അനുഭവിക്കുക അല്ലേ. ഇങ്ങനെയൊക്കെ കുറെ കഷ്ടതയും വേദനയും സങ്കടവും ഒക്കെ നിറഞ്ഞ് ഈ കൊച്ചിലെ ചാച്ചൻ ഈ കഥയൊക്കെ പറഞ്ഞ് പിശാചിനെ പേടി. ഇപ്പൊ പിശാചിനെ പേടിച്ചിട്ട് കണ്ണ് തുറക്കത്തില്ല. കണ്ണ് തുറന്നാൽ ഇങ്ങനെ ഇതിങ്ങനെ ഓരോ രൂപങ്ങൾ വന്ന് മുൻപിൽ നിൽക്കുന്ന പോലെ തോന്നുമായിരുന്നു. അപ്പൊ എന്റെ വിചാരം ഇതൊക്കെ തോന്നലാന്നായിരുന്നു. എന്റെ വിചാരം ഇതൊക്കെ ചുമ്മാതെ എനിക്ക് തോന്നുന്നതായിരുന്നു. പക്ഷെ തോന്നലായിരുന്നില്ല ദൈവമക്കളെ. ഞാനിവിടെ വന്ന് ഈ സത്യം അറിഞ്ഞ സമയത്ത് അറിയണേ, ഇതൊന്നും എന്റെ തോന്നലായിരുന്നില്ല. ഹല്ലേലൂയ. നല്ല ഒരു ഒന്നാന്തര സാധനം എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നു. അതും കൊണ്ടാണ് ഞാൻ അവിടുന്ന് ഇങ്ങോട്ടും പോകുന്നത്. ഇപ്പൊ പ്രത്യക്ഷമായി ഇതൊക്കെ ഞാൻ പെന്തക്കോസ്തുകാർ കള്ളന്മാരാ, പക്ഷെ വേറെ ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഈ ശുശ്രൂഷയെ കുറിച്ചൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഈ പെന്തക്കോസ്തുകാർ കള്ളന്മാരാന്ന് പറയാൻ മാത്രമേ അറിയത്തുള്ളൂ. ഇതിനകത്ത് നടക്കുന്നത് എന്നാന്നൊന്നും അറിയത്തില്ല. പണ്ട് ബ്രദറൻ ചർച്ചിൽ കൊച്ചിയിലെ പോയിട്ടുണ്ട്, അവിടെ തൊട്ടടുത്താ. ഇവര് അവിടെ ചെന്ന് ഞങ്ങളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കാനായിട്ട് കൊണ്ടുപോകും. ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത ഒരു ഫാമിലി ഉണ്ട്. ആ ആന്റി ഞങ്ങളെയും പിടിച്ചോണ്ട് പോകും. അപ്പൊ അവിടുത്തെ കുഞ്ഞുങ്ങളൊക്കെ നല്ലോണം വചനം പറയും, നല്ല പാട്ട് പാടും.
പക്ഷെ ഞങ്ങൾക്ക് പാട്ട് പാടാനൊന്നും അറിയത്തില്ല. ഞങ്ങള് ചുമ്മാതെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് ആ സമ്മാനം കിട്ടുന്നു. അപ്പൊ എന്തിനായിരുന്നു ആ സമ്മാനമൊക്കെ തന്നേന്ന് ഇപ്പഴറിയുന്നത്. ഇപ്പഴാ മനസ്സിലായേ. നല്ലോണം പാട്ടുപാടി ആ ചർച്ചിലുള്ള കുഞ്ഞുങ്ങൾക്കൊന്നും കൊടുക്കത്തില്ല. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് വെച്ച് മൂളിപ്പാട്ട് ഒന്നും അറിയത്തില്ല, ചുമ്മാ നിൽക്കുക, എന്നിട്ട് ഇരിക്കുക. ഇരുന്ന് കഴിയുമ്പോൾ ഞങ്ങളാണ് സമ്മാനമൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നത്. എന്തിനായിരുന്നു അതൊക്കെ ദൈവമക്കൾ തന്നത് എന്ന് ഇപ്പോഴാണ്. ഹല്ലേലൂയ. അപ്പം ഇങ്ങനെ ഒരു പേടി ഭയത്തിലൊക്കെ ഇവിടെ വന്നു. പ്രത്യക്ഷമായി പൈശാചിക ശക്തിയെ കാണാൻ തുടങ്ങി. എന്റെ ശബ്ദം കേൾക്കുന്നവർ ഞാൻ നേരത്തെ പേടിച്ച പോലെ പേടിച്ചിരിക്കുന്നവരാരും ഉണ്ടെങ്കിൽ അവരൊന്ന് ധൈര്യപ്പെട്ടോണം. ദുഷ്ടൻ അലറുന്ന സിംഹം എന്ന പോലെയാ. സിംഹം അല്ല, ഡമ്മി. ഹല്ലേലൂയ. അവനെ കർത്താവിനെ ധരിച്ച് നമ്മളൊന്ന് ശാസിച്ചാൽ മതി, ആ സെക്കൻഡിൽ അവൻ പോണം, അവൻ പോകും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ അതാ, ദൈവപുത്രനായിരിക്കെ സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപം എടുത്ത് ക്രൂശിലെ മരണത്തോളം തന്നെ താൻ താഴ്ത്തി. ഇങ്ങനെയാ നമ്മുടെ കർത്താവ് ജയാളിയായത്. അപ്പോ 1 പത്രോസ് 4-ാം അധ്യായം ഇല്ലേ, അവിടെ ഉണ്ട്, ക്രിസ്തു ശരീരത്തിൽ കഷ്ടം അനുഭവിച്ചതുപോലെ നിങ്ങളും ആ ആയുധം ധരിച്ചോളം. അപ്പൊ എന്നെ ആയുധം ശരീരത്തിലെ കഷ്ടമാണ്. ഹല്ലേലൂയ. ഈ കഷ്ടം വരുമ്പോഴാണ്, ഈ വേദനയും സങ്കടമൊക്കെ വരുമ്പോഴാണ് നമ്മുടെ കൃപയുടെ ഉറവല്ലേ. നമ്മളൊരു കിണർ കുത്തി മഴവെള്ളം മാത്രമേ അതിനകത്തുള്ളെങ്കിലോ, ഒരു വെയിൽ കഴിഞ്ഞാൽ മതി, പിന്നെ അതിനകത്ത് വെള്ളം ഇല്ലല്ലേ. അതേ സ്ഥാനത്ത് ഈ കിണറ്റിൽ വെള്ളം ഉറവയുണ്ടെങ്കിലും, നല്ല ഉറവയുണ്ട് ഈ കിണറ്റിൽ. നമ്മൾ ഇന്നൊരു കിണർ കുത്താൻ പോവുക, നമ്മൾ അതിന്റെ ഉറവ കണ്ടിട്ടേ ഇന്ന് ആശീർവാദം പറയത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവമക്കൾ എൻ്റെ കൂടെ നിന്നോണം. വെറുതെ ഒന്നും ദൈവത്തിന്റെ ആത്മാവ് ഒന്നും പറയത്തില്ല. ഇന്ന് ചില ഉറവ നമുക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുക. ആർക്കും പറ്റിക്കാൻ പറ്റാത്ത, അപഹരിക്കാൻ പറ്റാത്ത, ദുഷ്ടൻ അപഹരിക്കാൻ പറ്റാത്തൊരു ഉറവ തുറക്കാൻ പോവുക. കർത്താവ് നമുക്ക് വേണ്ടി തുറക്കാൻ പോകും. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ വിടുതലിന്റെ ദിവസമാണ്. ഇന്ന് നമ്മുടെ സാക്ഷ്യത്തിന്റെ ദിവസമാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. ആ ഉറവ നിങ്ങൾ കണ്ടോണം. ആത്മാവിൽ കണ്ടോണ്ട് വേണം നമ്മൾ കുഴിക്കുക. കുഴിച്ച് ചെന്നപ്പോ ഉണ്ടടാ ഒരു പാറ. ആ പാറയും കുത്തി പൊട്ടിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. ഒരു നന്മ വരുന്ന സമയത്ത്, വേണ്ട കൊയ്ത്തിന്റെ സമയത്ത് യോർദാൻ നദി ഇങ്ങനെ കരകവിഞ്ഞൊഴുക. കൊയ്ത്തിന്റെ സമയത്ത് ഈ കഴിഞ്ഞിടയ്ക്ക് എൻ്റെ ചർച്ചിൽ 2 പേരുണ്ട്. ഒരാൾക്ക് വെള്ളമില്ല, കിണറ്റിൽ വെള്ളമില്ല. അതെന്റെ ബ്രദറാ, പാസ്റ്ററാ. അപ്പൊ ഈ കഴിഞ്ഞ ഇടയ്ക്ക് അവിടെ വസ്തു മേടിച്ച് സൈച്ചറിയാൻ എൻ്റെ തൊട്ടടുത്ത വീട് വെച്ച് അവിടെ ഒരു കിണറുണ്ട്. കിണറിന് വെള്ളമില്ല, അത്യാവശ്യം കുറച്ച് വെള്ളമേ കിട്ടുന്നുള്ളൂ. അപ്പൊ പറഞ്ഞു പ്രാർത്ഥിക്കണം, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന്. അപ്പൊ എൻ്റെ വേറൊരു ആന്റിക്ക് അവിടെ കൊയ്ത്തിന്റെ സമയമായിട്ടിരിക്കുക. അപ്പൊ മഴ പെയ്ത എൻ്റെ ആന്റിയുടെ നെല്ലെല്ലാം പോകും. അപ്പൊ ഞാൻ എൻ്റെ ശുഭജനോട് പറഞ്ഞു, എനിക്ക് നല്ല വിശ്വാസം എൻ്റെ കർത്താവിന്. എൻ്റെ അപ്പ ഞാൻ ചോദിക്കുന്നൊക്കെ അങ്ങ് തരും. അവിടെ ഞാൻ പറഞ്ഞു, അപ്പായെ എൻ്റെ ലിസിയാന്റിയുടെ കൊയ്ത്ത് കഴിയാതെ അവിടെ മഴ പെയ്യരുത്. കൃപയാൽ ഇന്ന് ഈ സമയം വരെ പെയ്തിട്ടില്ല. എൻ്റെ ആന്റി അത് എങ്ങനെയോ ഒരു പാവങ്ങള് രാവും പകലും കഷ്ടപ്പെട്ടിച്ചിട്ട് നെല്ല് വിതച്ചേക്കുന്നു. 1 മണി പോലും പിശാച് അപഹരിച്ചുകൊണ്ട് പോകാൻ പാടില്ല. അപ്പൊ അവിടെ മഴ പെയ്യരുത്. പക്ഷെ എൻ്റെ ബ്രദറിന് വെള്ളം വേണം, ഒരു ഉറവ തുറക്കണം. ആ ഉറവ ഒരിക്കലും പറ്റാത്ത ഒരു ഉറവയായിരിക്കണം. ഹല്ലേലൂയ. ഇതുവരെയും വേറെ എവിടെയും വെള്ളത്തിനൊന്നും പോയിട്ടില്ല, വെള്ളം അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ദൈവസന്നിധിയില് നമുക്ക് 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാം. എന്നിട്ട് കർത്താവ് തന്ന വചനത്തിന്റെ മുമ്പാകെ നമുക്ക് ശ്രദ്ധിക്കാമല്ലോ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. എന്റെ കുഞ്ഞുങ്ങളോടുകൂടെ ഒരു പ്രാവശ്യം കൂടി കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചതോട്ട് നന്ദി പറയുന്നു. ഞങ്ങളെ ആ ക്രൂശിന്റെ ചോട്ടിലോട്ട് കൊണ്ടിരിക്കുക. എൻ്റെ അപ്പായുടെ പാദത്തിൽ നിന്ന് ഒഴുകുന്ന രക്തം ഞങ്ങളുടെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ ഒഴുകട്ടെ. ഞങ്ങളുടെ വെയിനിലൂടെ ഒഴുകട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ ഭവനം അവിടുത്തെ മഹത്വം കൊണ്ട് നിറയട്ടപ്പായേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ദൈവശക്തി വ്യാപരിക്കട്ടെ.
ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ ദേശം വിടുവിക്കപ്പെടട്ടപ്പായേ. ഞങ്ങളുടെ ദേശത്ത് ഞങ്ങൾ വെളിച്ചമായി മാറണം. എന്റെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ പരിശുദ്ധ ആത്മാവൊന്ന് തൊടണമേ. ഞങ്ങളുടെ ശൂന്യത മാറണമേ. ഇന്നൊരു ഉറവ തുറക്കണമേ, ഒരിക്കലും പറ്റാത്തൊരു ഉറവ. യേശുപ്പയുടെ നാമത്തിൽ അത് തുറന്നു വരട്ടെ. ചില രോഗശക്തികൾ ഞങ്ങളെ വിട്ടുമാറട്ടെ. ചില ക്ഷീണം, പ്രയാസം, ഞങ്ങളെ ധണ്ണിപ്പിക്കുന്ന വ്യാപാരങ്ങള്, ഞങ്ങളുടെ ഭവനങ്ങളെ വിട്ടുമാറട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ വിട്ടുമാറട്ടെ കർത്താവേ. അപ്പായുടെ നാമത്തിൽ കൽപ്പിക്കുക. ആത്മാവിന്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണം. ഞങ്ങൾ കടന്നു വന്നതുപോലെയല്ല, ഒരു കൊള്ള പങ്കിട്ടതുപോലെ സന്തോഷത്തോടെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. അടിയനോട് മനസ്സറിയണം, ഉപയോഗിക്കണം. എന്റെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണം. ഓരോ മക്കളെയും അവരേത് വിഷയത്തിന്മേലാണോ ഭാരപ്പെടുന്നത്, ആ വിഷയത്തിന്മേൽ തമ്പുരാൻ തൊടണമേ. നിറവോടെ സന്തോഷത്തോടെ എന്റെ കുഞ്ഞുങ്ങളെ എഴുന്നേൽപ്പിക്കണം. സകല മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. പ്രിയ പിതാവ് കേൾക്കണമേ. ഹല്ലേലൂയ. അപ്പോൾ ഇപ്പൊ മനസ്സിലായോ നമ്മൾ എവിടുന്നാ കൊണ്ടുപോകുന്നേന്ന്? ഓളി കേൾക്കുന്ന ശൂന്യ പ്രദേശം അല്ലേ? നമ്മളൊന്നും വലിയ ശൂര പരാക്രമികളായിട്ട് വന്നിരിക്കുന്നവരല്ല. നമ്മളെയൊക്കെ കർത്താവ് അടിച്ച് മടക്കി ഒതുക്കി കൊണ്ട് വെച്ചേക്കുന്ന. ഹല്ലേലൂയ, സ്തോത്രം. ഞാനൊക്കെ എങ്ങനെയാ വന്നേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തൊക്കെ വരണമെങ്കിൽ, അതുമല്ല ഇച്ചിരി ദൈവശക്തി കൃപയിൽ നിൽക്കണമെങ്കിൽ ആ ചൂളയ്ക്കകത്ത് നിറങ്ങാതെ ആരും ഈ സാന്നിധ്യത്തിലേക്ക് വരത്തില്ല. നമ്മളിൽ നിന്ന് ഒരഭിഷേകം, നമ്മളൊരു വെളിച്ചമാകുന്നുണ്ടെങ്കിൽ ആ ചക്കിനകത്തൊന്ന് കയറിയിട്ട എണ്ണ പുറത്ത് വന്നത് കൊണ്ടാ നമ്മൾ ഇന്ന് കത്തുന്ന തിരിയായിട്ട് നിൽക്കുന്നത്. ഈ മക്കളെ, ഒരു ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല, തനിയെ ഇരിക്കുന്നുവെങ്കിൽ ഫലമില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഓരോ കഷ്ടതയും, ഓരോ സങ്കടവും, ഓരോ വേദനയുമാണ് നമ്മുടെ കൃപയുടെ ഉറവ. ആ ഉറവ, നമ്മുടെ കഷ്ടതയെല്ലാം മാറിപ്പോകട്ടെ, സങ്കടമെല്ലാം മാറിപ്പോകട്ടെ. നമ്മൾ ഹല്ലേലൂയ, സ്തോത്രം, എല്ലാം കൊണ്ട് തികഞ്ഞ ഒരു അനുഭവത്തിലേക്ക് നടത്തണമേ എന്ന് പ്രാർത്ഥിച്ചാൽ, ഹല്ലേലൂയ. എനിക്ക് കുറേ ആന്റിമാരെ അറിയാം, ഒരുപാട് ആന്റിമാര്. 2005 മുതൽ കൃപയാൽ കർത്താവിന്റെ വേലയിൽ എൻ്റെ അച്ചായന്റെ പുറകെ നടന്നു 2018 വരെ. അച്ഛൻ അപ്പച്ചന്റെ സന്നിധിയിലോട്ട് കയറുന്നപ്പം ഈ വ്യാഴാഴ്ച കൂട്ടായ്മ രാത്രിയിലായിരുന്നു, അത് ലേഡീസ് മീറ്റിംഗ് ആയി പകലാക്കി. അപ്പോൾ ഒരുപാട് ദൈവദാസിമാരെ കർത്താവ് ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറച്ച് ആന്റിമാരെ എനിക്കറിയാം. അന്ന് അവർക്ക് കഷ്ടതയായിരുന്നു, ഭയങ്കര കഷ്ടത. അധികം കഴിക്കാനില്ല, അധികം വസ്ത്രമില്ല, അധികം ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നുമില്ല, വലിയ ക്ഷീണമില്ലാതെ പോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അന്ന് കഷ്ടതയും സങ്കടവും വേദനയും ദുഃഖവുമാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, ഞാൻ ആ കഷ്ടതയൊക്കെ അനുഭവിക്കുന്ന സമയത്തുണ്ടല്ലോ, ഒരു മമ്മിയുടെ കൂടെ, ഒരു വെൺമണിയിലെ ഒരു മാതാവിന്റെ കൂടെയായിരുന്നു ഞാൻ. അപ്പൊ ഒരു ദേവദാസൻ എനിക്ക് അഭിഷേകം പ്രാപിച്ചിട്ട് അന്യഭാഷ പറയാൻ പറ്റുന്നില്ല, ശക്തി പ്രാപിച്ചിട്ട് ഇങ്ങനെ പറന്നു കിടക്കുക. അപ്പൊ എനിക്ക് അന്യഭാഷ കിട്ടുന്നില്ല, അന്യഭാഷ പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഒരു ദേവദാസൻ എന്നോട് വന്ന് പറഞ്ഞിട്ട്, സിസ്റ്റർ ഉള്ളിലൊരു കൈവിഷം കിടപ്പുണ്ട്, അത് പുറത്തു പോണം സിസ്റ്റർ, അപ്പൊ ഫാസ്റ്റിംഗ് ഇരിക്കണം ഒരു 2-3 ദിവസം എന്ന് പറഞ്ഞു. ഇതൊക്കെ ചുമ്മാ പറയുന്നതല്ല, ഇല്ലാന്നൊന്നും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല, ഞാൻ അനുഭവിച്ച ആളാണ്. അപ്പൊ അതുകൊണ്ട് വേറൊരാളുടെ സാക്ഷ്യമല്ല ഞാൻ പറയാം, ഞാൻ എന്റെ സാക്ഷ്യം. അപ്പൊ എന്നോട് പറഞ്ഞു, ഇന്ന സംഭവത്തിലാ സിസ്റ്റർക്ക് തന്നിരിക്കുന്നത്, സിസ്റ്റർ അത് പ്രാർത്ഥിച്ച് ഉപസിച്ച് അത് പുറത്തു പോയാലേ സിസ്റ്റർക്ക് കൃപാവരത്തിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അപ്പൊ ദേവദാസൻ എനിക്കൊരു ഡേറ്റ് തന്നു, ഞാൻ 3 ദിവസം ഫാസ്റ്റിംഗ് ഇരിക്കുക. അപ്പൊ എന്റെ തൊട്ടടുത്ത് ഈ പറഞ്ഞ ഈ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീടാ, ആ മമ്മിയുടെ വീട് പണിതുകൊണ്ടിരിക്കുക. എന്റെ അച്ഛനാ പണിയൊക്കെ ചെയ്യിപ്പിക്കുന്നു. ഈ മമ്മിയുടെ വീട്ടിലാണ് അന്ന് രാത്രി ഞങ്ങൾ കിടക്കുന്നത്. ഈ മമ്മി ഒരു ആത്മീയ മാതാവ്, എന്റെ നാടാവള്ളി മമ്മി, വെൺമണിയില്. ഈ മമ്മിയുടെ കൂടെ ഞാൻ കിടക്കുക. ഒരു രാത്രി 12 മണിയായപ്പോ എനിക്ക് പ്രശ്നം തുടങ്ങി. 3-ാമത്തെ ദിവസത്തിലേക്ക് കിടക്കുക ഉപവാസത്തിന്റെ. എന്റെ കാലേ കൂടെ ഇങ്ങനെ എന്തോ ഒരു സാധനം ഇങ്ങനെ
കേറി വരും എൻ്റെ കാലിൽ കൂടെ. പെട്ടെന്ന് ഈ മമ്മിയുടെ കൈ എടുത്ത് ഞാൻ എൻ്റെ ദേഹത്തോട്ട് വെക്കുമ്പം ഈ സാധനം അങ്ങ് മാറും. പിന്നെ ഈ മമ്മി ഉറങ്ങി ഉറങ്ങി കൈ അങ്ങ് താഴെ വീഴും. ഞാൻ ഈ മമ്മിയെ ഉറക്കുന്നില്ല. മമ്മിയുടെ കൈ മാറ്റുമ്പം എൻ്റെ കയ്യെ കൂടെ വരും. രാവിലെ ഒരു 5:30 6 മണിയോളം മക്കളെ 6 മണി വരെ ഞാൻ ഒട്ടും ഉറങ്ങിയില്ല. ഈ സംഭവം എന്നെ വല്ലാതെ അലട്ടുക. ഞാൻ കട്ടിലേന്ന് ഉരുണ്ട് താഴെ വീഴും. ബെഡിൽ നിന്ന് ഞാൻ താഴെ ഉരുണ്ട് വീഴും. എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ ജീവനില്ല. വീട്ടിൽ ചെന്നിട്ട് എനിക്ക് ഫാസ്റ്റ് അവിടെ വീട്ടിലുണ്ട്, എനിക്ക് ഫുഡ് ഉണ്ടാക്കണം, എല്ലാ ജോലിയും ചെയ്യണം. രാവിലെ എനിക്ക് വീട്ടിൽ ചെല്ലണം ഈ മമ്മിയുടെ അടുത്ത്. രാവിലെ ഞാനിങ്ങനെ ഒരു പാമ്പെഴയുന്ന പോലെ എഴഞ്ഞ്, അപ്പം ഹോളിൽ എൻ്റെ അച്ചായനും എൻ്റെ അച്ചാൻ്റെ ഒരു ഫ്രണ്ടും കിടക്കുകയാണ് അവിടെയാണ് ഫോൺ ഇരിക്കുന്നത്. ഫോൺ എൻ്റെ അച്ചാൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, അച്ചാ എനിക്ക് തീരെ വയ്യ, എനിക്ക് എൻ്റെ ശരീരം വിറയ്ക്കുക, ഒന്ന് പ്രാർത്ഥിക്കാൻ പാസ്റ്റർ ഒന്ന് വിളിക്കാം. അച്ഛൻ പെട്ടെന്ന് ഫോണിൽ കൂടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ദേവദാസിനെ വിളിക്കാനിടയായി. ദേവദാസിന് എനിക്ക് വേണ്ടി ഫോണിൽ കൂടെ പ്രാർത്ഥിക്കുക. ദൈവമക്കളെ, ഞാന് ആ പാസ്റ്റ് പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുകയാണ്. ആ പാസ്റ്റ് എന്താണോ എൻ്റെ ഉള്ളിൽ കിടക്കുന്നു എന്ന് പറഞ്ഞത്, അതേ സംഭവം ഞാൻ ഛർദിച്ച് കളയുക. ഈ സാധനം എൻ്റെ ഉള്ളിൽ നിന്ന് പോകുവല്ല, എന്തോ ഒരു വലിയ ഒരു വെയിറ്റ് എന്നിൽ നിന്ന്, എന്തോ ഒരു സാധനം മാറിയതുപോലെ, ഒരു പൈശാചിക വ്യാപാരം എന്നിൽ നിന്ന് അങ്ങ് മാറി. ഞാൻ എഴുന്നേറ്റിരുന്നു. എനിക്ക് യാതൊരു ക്ഷീണവും ഇല്ല. അന്ന് ഞാൻ വീട്ടിൽ ചെന്നു. എൻ്റെ ദൈവദാസന്മാർക്കും വീട്ടുകാർക്കും എല്ലാം ഫുഡ് ഉണ്ടാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു. അന്ന് ഞാൻ അന്യഭാഷയിൽ എൻ്റെ ദൈവത്തെ ആരാധിക്കാനായിട്ട് തുടങ്ങി. എനിക്ക് വെളിപ്പാടില്ല അഭിഷേകം കിട്ടുന്നത്. ഇതൊന്നും വെറുതെ ഒന്നുമല്ല. ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾക്ക് അറിയാമായിരിക്കാം, ഇയ്യോബിന്റെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 20-ാം അധ്യായത്തിന്റെ തോന്നുന്നല്ലേ 15-ാം വാക്യം. ഇങ്ങനെ ഒരു വചനമുണ്ട്. 11 തൊട്ട് 12 തൊട്ട് വായിക്കാം. ദുഷ്ടത അവന്റെ വായിൽ മധുരിച്ചാലും, അവൻ അത് നാവിൻ കീഴെ മറച്ചു വെച്ചാലും, അതിനെ വിടാതെ പിടിച്ചു വായ്ക്കകത്ത് സൂക്ഷിച്ചു വെച്ചാലും, അവന്റെ ആഹാരം അവന്റെ കുടിലിന്മേൽ പരിണമിച്ച് അവന്റെ ഉള്ളിൽ സർപ്പവിഷമായി തീരും. അവൻ സമ്പത്ത് വിഴുങ്ങിക്കളഞ്ഞു, അത് വീണ്ടും ഛർദ്ദിക്കേണ്ടി വരും. ദൈവം അത് അവന്റെ വയറ്റിൽ നിന്ന് പുറത്താക്കി കളയും. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് എന്ത് വേണം? പുറത്ത് പോകേണ്ടത് പുറത്ത് പോണം. എന്തിനാ ദൈവത്തിന്റെ ആത്മാവ് ഈ ഒരു വിഷയം സംസാരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാനിതൊന്നും എഴുതി വെച്ചിട്ട് കയറിയതല്ല. പ്രിയ മോള്, പ്രിയ ദേവദാസനും ആ കുഞ്ഞും കൂടെ പാടിയ പാട്ട്, അത് ഞാൻ ശരിക്കും ശ്രദ്ധിച്ചപ്പോൾ അതിൽ നിന്ന് ആ കഴുകൻ ചിറകിന്റെ മീതെ വഹിക്കും പോലെ അല്ലേ? ഹല്ലേലൂയ. കോഴി തന്റെ കുഞ്ഞിനെ ചിറകടിയിൽ വഹിക്കുന്നത് പോലെ ആ പാട്ട് പാടിയപ്പോഴാണ് എൻ്റെ ഈ ഒരു സാക്ഷ്യം ഞാൻ ഓർത്തത്. അല്ലാണ്ട് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ട് എൻ്റെ ദൈവമക്കളുമായിട്ട് ഇത് ഈ വചനം ഷെയർ ചെയ്യല്ല. ചുമ്മാ പറയത്തില്ല. നന്മയെ തകർത്തുകൊണ്ട്, രോഗബന്ധന ഇട്ടുകൊണ്ട്, സമാധാനം കെടുത്തിക്കൊണ്ട് എന്തൊക്കെയോ അവകാശങ്ങൾ നമ്മുടെ ഉള്ളിൽ പിശാചിൻ്റെത് കിടപ്പുണ്ട്. എത്ര പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ അത് തന്നെ കാര്യം. ഇന്ന് എൻ്റെ ദൈവമക്കൾ ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ച് യേശു കർത്താവിന്റെ രക്തം, ആ വെള്ളം ആ രക്തമാകണം, അപ്പാടെ രക്തമാകണം. എന്നിട്ട് സ്തോത്രം പറഞ്ഞു കുടിച്ചോണം. നമ്മുടെ മേലൊരു ദൈവ സാന്നിധ്യം, ഒരധികാരം കർത്താവ് തരാൻ പോവുക. ആരിൽ കൂടിയാണ് ഈ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്? വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. നിനക്ക് വിടുതലാകുന്നില്ലേ? ഈ ദിവസം, നാളെ സൺഡേയാ, നിങ്ങളുടെ അഭിഷിക്തനോട് പറയണം വെള്ളം പ്രാർത്ഥിച്ചു തരാം. ഇതൊരു ചെറിയ കാര്യമല്ല. ഞാൻ അനുഭവിച്ചത് കൊണ്ട് ദൈവമക്കളോട് പങ്കുവെക്കുക. ഈ കെട്ട് പൊട്ടിയതിന് ശേഷമാണ് ഞാനൊരു വലിയ കെട്ടിനകത്തുനിന്ന്, ബന്ധനത്തിനകത്തുനിന്ന് പുറത്തു വരുന്നത്. ഇതൊക്കെ വചനപ്രകാരം അത് സത്യം തന്നെ. ഹല്ലേലൂയ. ആർക്കാണ് അത് പറയാൻ പറ്റുന്നത്? അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച്. അവൻ എൻ്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും.
തന്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറയും കീഴ് നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകും. രാത്രിയിലെ ഭയത്തെ, പകൽ പരക്കുന്ന അസ്ത്രത്തെ, ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരിയെ, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരത്തില്ല. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതെല്ലാം കുറെ അനുഭവിച്ചിട്ടുണ്ട്. ഈ അപ്പച്ചന്റെ സമാധാനം ഈ അത്യുന്നതന്റെ ചിറകടിയില്, ആ നിഴലില്, ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ വസിച്ചേ പറ്റത്തുള്ളൂ. എങ്ങനെയുള്ളവർക്കാണ് ഇങ്ങനെ വസിക്കാൻ പറ്റുന്നത്? ആ അഗ്നിക്കുള്ളിൽ ജീവിച്ചോണം അല്ലേ? ഹല്ലേലൂയ. ആ അഭിഷേകം നമ്മുടെ മേലിലുണ്ടോ? എല്ലാരും പ്രാർത്ഥിച്ചാണെന്ന് വിടുതൽ നടക്കത്തില്ല. ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ചവരുണ്ടോ? കർത്താവിന്റെ അഭിഷേകം ഉള്ളവരുണ്ടോ? ആത്മനിറവിൽ നിൽക്കുന്നവരുണ്ടോ? അവരോടാ പറയുന്നത്. ഹല്ലേലൂയ. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം വായിക്കുമ്പോൾ, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പി. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പി. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോടൊരു ധൈര്യം. ദൈവം നമ്മുടെ നരിയാണെ ഉറപ്പിച്ച്, ചില ബന്ധനങ്ങൾ അഴിഞ്ഞ്, ചില കെട്ടുകൾ പൊട്ടി, ചിലതിനെ നമ്മൾ അഴിക്കണം. നമ്മൾ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ചിലത് പറ്റുന്നില്ല. ചില സമയത്ത് ഞാന് എൻ്റെ ആന്റിമാരെ കൊണ്ടോ എൻ്റെ പാസ്റ്ററെ കൊണ്ടോ പ്രാർത്ഥിപ്പിക്കാറുണ്ട്. ഞാൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ ചിലരോട് പറയും, ആന്റി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ, പാസ്റ്ററെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠൻ നേടണം. ആര് പ്രാർത്ഥിച്ചാലാണ് നമുക്ക് വിടുതൽ ആകുന്നതെന്ന് അറിയത്തില്ല. തമ്പുരാൻ കൽപ്പിച്ചു നിർത്തിയിരിക്കുക. നമ്മളിങ്ങനെ ഈ മറ്റുള്ളവരുടെ മുമ്പിൽ താഴാൻ ഒരു വിഷമം. ചിലർക്ക് എല്ലാവർക്കും ഒന്നും ഇഷ്ടമില്ല മറ്റുള്ളവരുടെ മുമ്പിൽ താഴുന്നത്. താഴ്മയ്ക്കും യഹോഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനും. ചിലപ്പോ ഒരു കൊച്ചു കുഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും നമുക്ക് വിടുതലാകുന്നത്. നല്ലൊരു ദിവസമുണ്ട്, ഒരു കൊച്ചു കുഞ്ഞ്, എൻ്റെ മോള് പ്രാർത്ഥിക്കുക, ഞാൻ ഭയങ്കര ശുശ്രൂഷക്കാരിയ, എൻ്റെ കുഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ ഞാൻ പുറത്തു വന്നു. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെയാണ് ആത്മാവിലെ നിഷ്കളങ്കതയോടെ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇതൊക്കെ ദൈവത്തിന്റെ കൃപയാവും. കർത്താവ് നമ്മുടെ ഹൃദയമാണ് നോക്കുന്നത്. മറ്റൊരാളെ കുറിച്ച് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, ആ മനോഭാവത്തിലാണ് ദൈവപ്രവൃത്തി നടക്കുന്നത്. ഓ, ഇവരാരാ? ട്രിവാൻഡ്രംകാരി പറയുന്ന പോലെ ദേവദാസം പ്രസംഗിച്ചപ്പോ, എവനാര് അല്ലേ, ആരെ നോക്കിയാലും അവരങ്ങനെ ആർക്കും വലിയ വിലയൊന്നും കൊടുക്കത്തില്ലെന്ന്. നമ്മൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം, സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കണം, കീഴ്പ്പെടേണ്ടവർക്ക് കീഴ്പ്പെടണം, ഇല്ലേ? അങ്ങനെ അത് ദൈവത്തിന്റെ ആത്മാവുള്ളവർക്ക്. എവനാരെന്നും പറഞ്ഞ് നടക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കണേ. കൊടുക്കേണ്ട മാന്യത, കൊടുക്കേണ്ട ബഹുമാനം, കൊടുക്കേണ്ട സ്നേഹം നമ്മളിൽ നിന്ന് അത് വരണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വാസിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. ഇപ്പൊ കർത്താവ് പറയാ, ധൈര്യത്തോട് പറയാ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഭ്രമിക്കുകയായിരുന്നു. എന്ന കാര്യം, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകുക. അത് ലോകം തരുന്നത് പോലെയല്ല. അപ്പൊ ധൈര്യത്തോടെ പറയാ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഭ്രമിക്കരുതെന്ന്. യേശുപ്പച്ചന്റെ ഹൃദയം കലങ്ങിയോ ദൈവമക്കളെ? അപ്പം ഭ്രമിച്ചോ? അപ്പൻ നമ്മളോട് പറഞ്ഞു, ജയാളിയായിട്ടാ പറയണേ, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നത്. അതിനു മുമ്പോ ആ കഷ്ടത നമ്മൾ അനുഭവിക്കേണ്ടത് അനുഭവിച്ചു. മർക്കോസ് സുവിശേഷം 24-ാം അധ്യായം അല്ലേ, 14-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, ആരെങ്കിലും ദൈവമക്കളൊന്ന് വായിക്കാമോ? 36-ാം വാക്യം വരെ, 32 മുതൽ 36-ാം വാക്യം വരെ, മർക്കോസ് സുവിശേഷം 14-ന്റെ. അവർ ഗെത്സേമന എന്നു പേരുള്ള തോട്ടത്തിൽ വന്നാറേ അവൻ ശിഷ്യനോട്, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ
ോളം ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു. ആ പിന്നെ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഭ്രമിപ്പാൻ വ്യാകുലപ്പെടുവാനും തുടങ്ങി. ആ മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ഈ വാർത്ത ഉണർന്നിരിപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. പിന്നെ അല്പം മുമ്പോട്ട് ചെന്ന് നിലത്തു വീണു. കഴിയുമെന്ന് ആ നാഴിക നീങ്ങിപ്പോകണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പാ പിതാവേ, നിനക്കെല്ലാം കഴിയും. ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. ഞാൻ ഇച്ഛിക്കുന്നതല്ല, നീ ഇച്ഛിക്കുന്നതത്രേ ആകട്ടെ എന്ന് പറഞ്ഞു. കണ്ടോ ദൈവമക്കളെ, 33-ാം വാക്യത്തിൽ പിന്നെ അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഭ്രമിപ്പാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി. എന്നാ ഭ്രമിക്കാൻ കാരണം, വ്യാകുലപ്പെടാൻ കാരണം എന്നാ ദൈവമക്കളെ? പണ്ട് എൻ്റെ ചാച്ചൻ മദ്യപാനിയാണല്ലോ. അപ്പൊ എൻ്റെ അപ്പൻ മദ്യപിച്ചേച്ച് വരുമ്പം അപ്പന്റെ ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും എൻ്റെ കാല് വിറയ്ക്കാൻ തുടങ്ങും. എൻ്റെ പിതാവാ. അങ്ങനെ മദ്യപിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ പാട്ടും പാടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കത്തുള്ളൂ. അങ്ങനെ അധികമായിട്ട് ഉപദ്രവിക്കത്തൊന്നുമില്ല. പക്ഷേ എൻ്റെ അപ്പൻ മദ്യപിച്ചു വരുമ്പോൾ എൻ്റെ കാല് വിറയ്ക്കാൻ തുടങ്ങും. ഇപ്പോഴും എനിക്ക് വലിയ ധൈര്യമൊന്നുമില്ല. എവിടെയെങ്കിലും ഒച്ചത്തിൽ ശബ്ദം കേൾക്കുമ്പോൾ എൻ്റെ കാലും കൈയും വിറയ്ക്കാൻ തുടങ്ങും. വലിയ വീരശൂര പരാക്രമിയായിട്ടൊന്നുമല്ല വചനം എടുത്തുകൊണ്ട് ദൈവമക്കളെ മുമ്പ് കളിക്കുന്നു. പക്ഷേ ഇപ്പൊ ഒരു ബലമുണ്ട്. പിശാചിനെ കാണുമോ വിറക്കത്തില്ല. നേരത്തെയൊക്കെ ഈ വെളിപ്പാടിലായിരുന്നു പൈശാചിക ശക്തിയെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെളിപ്പാടിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഓരോ വ്യക്തിയുടെ മേൽ വ്യാപരിക്കുന്ന ശക്തിയെ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ കാണിച്ചു തരുമല്ലോ. ഇപ്പൊ നേരിട്ട് വന്നിട്ടാണ് അവനോട് ഫൈറ്റ്. നേരിട്ടിട്ട് ഭയങ്കര ഫൈറ്റിങ്. എന്നോട് പറയാ കഴിഞ്ഞ ആഴ്ച വന്നിട്ട്, നീ ഈ ദേശത്തുനിന്ന് പൊക്കോണമെന്ന്. മുറുക്കി ഇപ്പൊ തെറിക്കും മുറുക്കാൻ എൻ്റെ വായിലോട്ട്. അങ്ങനെ വന്ന് എൻ്റെ റൂമിൽ നിൽക്കുക. എന്നിട്ട് പറയാ, ഈ ദേശത്ത് നിന്നെ കാണരുത്, ഈ ദേശത്ത് നിന്ന് പൊക്കോണമെന്ന്. ഞാൻ പറഞ്ഞു, നീയാണോ തീരുമാനിക്കുന്നേ? ഞാൻ ഏത് ദേശത്ത് നിൽക്കണമെന്ന് എൻ്റെ അപ്പ തീരുമാനിക്കും, നീയല്ല തീരുമാനിക്കുന്നത്. അതേ സ്ഥാനത്ത് ഈ അപ്പായുടെ ശക്തി ലഭിക്കുന്നതിന് മുമ്പായിരുന്നെങ്കിലോ അവിടെ ബോധം കെട്ട് ചത്തു കിടന്നേൻ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകും. ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ എൻ്റെ ഉള്ളിലുള്ളവൻ. എങ്ങനെയാ ഇങ്ങനെ ഒരു പ്രാപ്തി പ്രാപിച്ചത്? ദൈവസന്നിധിയിൽ നിന്ന് കരയാൻ തുടങ്ങി. കടഭാരം, രോഗം, ഞെരുക്കം, ദുഃഖം, സങ്കടം. ഈ കഷ്ടതയിലാണ് കർത്താവ് ചക്കിനകത്തുനിന്ന് എണ്ണയും പിണ്ണാക്കും വേറെ വരുന്നത് പോലെ പരിശുദ്ധാത്മാവ വചനം പഠിപ്പിച്ചു. ബൈബിൾ കോളേജിലൊക്കെ പോണം. അതൊക്കെ നമ്മൾ പഠിച്ചിട്ട് വേണം. പഠിക്കുന്ന ദേവദാസന്മാരുടെ മെസ്സേജ് നമുക്ക് ഭയങ്കര അനുഗ്രഹമാണ്. പഠിച്ചിട്ട് തന്നെ വേണം പ്രസംഗിക്കാൻ. ഞാൻ ആകെ പഠിച്ചത് IM ഒരു മാസത്തെ ക്ലാസ്സാണ്. അത്രേ അറിവുള്ളൂ. ബെഡ്റൂമിനകത്തൊരു പായും വിരിച്ച് വചനവും വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവ വചനം പഠിപ്പിച്ചേ. ഇവിടെ കർത്താവ് നമുക്ക് വേണ്ടി ഭ്രമിച്ചു, വ്യാകുലപ്പെട്ടു. കഴിയുമെങ്കിൽ അപ്പാ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നീങ്ങിപ്പോകട്ടെ. എന്നാ സംഭവിക്കാൻ പോകുന്നേ? ദൈവമക്കളോ, ചെറിയ കാര്യമാണോ? നാണയം വെച്ച് താടിരോമം പിഴുതു പറിക്കാൻ പോവുക. ചാട്ടവാറ് വെച്ചടിച്ച് ഉഴവ് ചാലുപോലെ ശരീരം കീറാൻ പോവുക. നമ്മുടെ അപ്പയ്ക്ക് അറിയാതല്ലോ എന്താ ഞാൻ അനുഭവിക്കാൻ പോകുന്നത്. ഒറ്റിക്കൊടുക്കുന്നവനും കൂടെ നിൽക്കുക. അവനോട് ഒരു വൈരാഗ്യവും ഇല്ല, വിദ്വേഷവും. കർത്താവ് പറയുന്നുണ്ടല്ലേ, ഹല്ലേലൂയ, സ്തോത്രം, എന്നെ ഒറ്റിക്കൊടുക്കുന്നവനും എൻ്റെ കൂടെ ഉണ്ട്. അപ്പൊ യോഹന്നാൻ സുവിശേഷത്തിലാ ശരിക്ക് ആ 13-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്കറിയാം അല്ലേ, ആ കാല് കഴുകുന്ന ഭാഗത്തില് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ പത്രോസ് പറയുന്നുണ്ട്, അയ്യോ കർത്താവേ, എൻ്റെ കാല് നീ കഴുകല്ലേ. അപ്പൊ പറയാണ് ആ 13-ാം അധ്യായത്തിന്റെ, നമുക്കൊന്ന് തൊട്ടു പോകാം. 18-ാം വാക്യം. നീ ഒരു നാളും എൻ്റെ കാൽ കഴുകിയില്ല എന്ന് പത്രോസ് പറഞ്ഞു. അതിന് യേശു, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ശിമോൻ പത്രോസ്, കർത്താവേ,
എൻ്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല, അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ. നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. കർത്താവ് അവരോട് പറയാണ്, നിങ്ങൾ ആരാ? ശുദ്ധിയുള്ളവർ എന്ന് പറഞ്ഞിട്ട് 11-ാം വാക്യം അല്ലേ, ആ 10-ന്റെ താഴെ, എല്ലാവരും അല്ലതാനും, എല്ലാവരും അല്ലതാനും എന്ന് പറഞ്ഞു. തന്നെ കാണിച്ചു കൊടുക്കുന്നവനെ അറിഞ്ഞിരിക്കൊണ്ടത്രേ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞത്. ഇപ്പൊ 12 പേരുണ്ട്. അവരോട് പറയാ, നിങ്ങൾ കുളിച്ചിട്ട് നിൽക്കുക, അതുകൊണ്ട് നിങ്ങളുടെ പാദം മാത്രം കഴിയാ മതി, നിങ്ങൾ ശുദ്ധിയുള്ളവരാണെന്ന് പറഞ്ഞിട്ട് പറയാ, എല്ലാവരും ശുദ്ധിയുള്ളവരല്ല. അപ്പോൾ കാണിച്ചു കൊടുക്കാൻ നിൽക്കുക ഒരുവൻ. ഹല്ലേലൂയ. അവനെ എപ്പോഴെങ്കിലും മാറ്റി നിർത്തിയോ ദൈവമക്കളെ? അവന്റെ കയ്യിൽ നിന്ന് പണസഞ്ചി മേടിച്ചിട്ടാ, നീ ഏതായാലും എന്നെ ഒറ്റ കൊടുക്കാൻ നിൽക്കുവല്ലേ, ഇനി നിന്റെ കൈ പണസഞ്ചി ഇരിക്കണ്ടെന്ന് പറഞ്ഞ് അതും എടുത്ത് വേറെ ആരുടെയും കയ്യിൽ കൊടുത്തോ? അപ്പച്ചൻ എപ്പോഴെങ്കിലും അവനെ മാറ്റി നിർത്തിയോ? ഇങ്ങനെ ഇന്നും ഉണ്ട് ചിലര്. കളയും വിളയും ഒരുപോലെ വിളഞ്ഞു നിൽക്കുക. കള പറിച്ചാൽ വിളക്ക് കേടാ. ദൈവം നിർത്തിയിരിക്കുക. നമ്മൾ തീരുമാനിക്കണം കളയാണോ വിളയാണോ. ഹല്ലേലൂയ, സ്തോത്രം. 2 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തില്, നിങ്ങൾ വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ പരീക്ഷിപ്പിക്കും. നമ്മളെ പരീക്ഷിക്കണം. നമ്മൾ കളയാണോ വിളയാണോ? എന്നിലൂടെ ആരെങ്കിലും ജീവിക്കുന്നുണ്ടോ, കെട്ടുപോകുന്നുണ്ടോ? ഞാൻ ആരെയെങ്കിലും കൊന്നുകൊണ്ട് നടക്കുവാണോ, ജീവിപ്പിച്ചുകൊണ്ട് നടക്കുവാണോ? ഞാൻ എൻ്റെ വീട്ടിൽ വെളിച്ചമാണോ? ഞാൻ കത്തിയ വിളക്കാണോ, കരിന്തിരിയാണോ, പറയുടെ കീഴിലാണോ ഇരിക്കുന്നത്? നമ്മളെ ഒന്ന് ശോധന ചെയ്തേ. ഇല്ലെങ്കിൽ നമ്മളാകുന്ന വിളക്ക് ഒന്ന് വൃത്തിയാക്കി പുതിയ തിരിയിട്ട് എണ്ണ ഒഴിച്ച് അത് തണ്ടിന്മേൽ വെച്ച് ആ ഉറവ പുറത്തു വരട്ടെ. ഉറവ നമ്മൾ ആദ്യം പറഞ്ഞു തന്നെ, നമ്മളൊന്നൊരു കിണറ് കുത്തും, അനുഗ്രഹത്തിന്റെ കിണറ് കുത്തി നമ്മളൊന്ന് വെള്ളം കാണും. ഹല്ലേലൂയ. ആ വെള്ളം കാണി എന്നാ ചെയ്യണ്ടേ? വെളിച്ചമുള്ളടുത്ത് ഇരുളിന് വസിപ്പാൻ കഴിയത്തില്ല ദൈവമക്കളെ. രോഗമാകുന്ന ഇരുട്ട്, ആ ഇരുട്ടിന്റെ ശക്തി അല്ലേ, അവൻ കയറി വന്നിരിക്കുക. കേദാർ ഇരുട്ട്. ഇശ്മേലിന്റെ മകനാ കേദാർ, ഇരുട്ട് അല്ലേ. ഹാഗറിന്റെ മകൻ ഇശ്മേലിന്റെ മകൻ കേദാർ, ഇരുട്ട്, മൊത്ത ഇരുട്ട. അവനെ ഇന്ന് അടിച്ചു പുറത്താക്കി നമ്മളാകുന്ന വിളക്ക് തണ്ടിന്മേ വെച്ച് ഇന്ന് നമ്മുടെ വീട് വെളിച്ചമാകുക, നമ്മുടെ ഭവനം വൃത്തിയാക്കുക. ഞാൻ കാണുക ആത്മാവിൽ ഒരു വീട് വൃത്തിയാക്കുക കർത്താവ്. ഓ ഹല്ലേലൂയ. പുതിയ ഫർണിച്ചർ ഇടുന്നു, പുതിയ ബൾബും കാര്യങ്ങളും എല്ലാം ഇടുന്നു, പുതിയ ഇലക്ട്രിക് സാധനങ്ങൾ കൊണ്ട് വീട് നിറയ്ക്കുന്നു. ഹല്ലേലൂയ. ഒരു പുതിയ അനുഭവം, വീട് പുതുക്കുന്നത് പോലെ, വെളിച്ചമാക്കുന്നത് പോലെ, ശ്രേഷ്ഠതയിലേക്ക് കർത്താവ് പണിയുന്നത് പോലെ നമ്മളെ ഒരു പുതിയ വ്യക്തിത്വമാക്കി മാറ്റുക കർത്താവ്. ഹല്ലേലൂയ. ആൾമാറിയവരെ പോലെ നമ്മളാകണം. അപ്പയോട് ചോദിക്കണം, അപ്പയെ എൻ്റെ ഏത് സ്വഭാവം കൊണ്ട് എൻ്റെ നന്മ വെളിപ്പെട്ട് വരാത്തെ, അതെന്നെ ഒന്ന് അറിയിക്കണേ. കഴിഞ്ഞ രാത്രിയില് വല്ലാതെ ദണ്ഡനം അനുഭവിച്ചു. ഞാന് രാത്രി ഉറങ്ങിയില്ല. ഒരു 2 മണി 3 മണിയൊക്കെ കാണാൻ തോന്നുന്നു ഉറങ്ങിയത്. ശരീരത്തിന് ദണ്ഡനം. പക്ഷെ ഇന്ന് എനിക്കത് മനസ്സിലായി, എന്തിനാ എനിക്ക് ഇന്നലെ ദണ്ഡനം വന്നേ. ഇന്ന് മീറ്റിങ്ങിന് പോയപ്പോ എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. പൈശാചിക ശക്തി നമ്മളെ ഞെരുക്കാൻ. അപ്പൊ എന്ത് ചെയ്തു? അവൻ ഇന്നലെ വന്ന് ഞെരുക്കിയത് കൊണ്ട് രാത്രി കിടന്നില്ല, പ്രാർത്ഥിച്ചു. നെടുമ്പാട് വീണ് കരയുമായിരുന്നു അപ്പയുടെ സന്നിധിയില്. നെടുമ്പാട് വീണ് പ്രാർത്ഥിച്ചു, ദൈവശക്തി പ്രാപിക്കുമായിരുന്നു രാത്രിയില്. അതുകൊണ്ട് ആത്മശക്തിയോടെ ഒരു മൂർച്ചയുള്ള ആയുധമായി ദൈവത്താൽ ഇന്ന് ഉപയോഗിക്കപ്പെടാൻ പറ്റി. ഹല്ലേലൂയ. നമ്മുടെ കഷ്ടതയും നമ്മുടെ സങ്കടവും നമുക്ക് വരുന്ന വേദനയൊക്കെ ആത്മാവിൽ നമ്മളെ ബലപ്പെടുത്തുന്നതായിരിക്കണം. ഇപ്പൊ കർത്താവ് പറയുക, ഹല്ലേലൂയ, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുക. അത് ലോകം തരുന്നത് പോലെയല്ല. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഭ്രമിക്കരുത്. എന്നെ കണ്ടാലും പേടിക്കരുത്, ഭ്രമിക്കരുത്. നമ്മുടെ അപ്പ നൂലെ കെട്ടി ഇറക്കി തരുമോന്ന് ചോദിച്ചാൽ നമ്മുടെ അപ്പയ്ക്ക് നൂല് പോലും വേണ്ട.
ഞാൻ എപ്പോഴും പറയും, നമുക്കൊരു ചപ്പാത്തിയോ ഒരു പൊറോട്ടയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരു മൈദയോ ഒരു ഗോതമ്പ് പൊടിയോ ഒക്കെ വേണം. നമ്മുടെ അപ്പന് അതൊക്കെ വേണോ? ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവൻ. നമ്മുടെ വിശ്വാസത്തിനൊരു വീര്യം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ആ വീര്യത്തിലാണ് ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്നത്. ആ കർത്താവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി വിരുന്നുപാടി രുചിച്ചു നോക്കിയാറേ, ഓ ഇതെവിടെയായിരുന്നു ഇത്രയും. വഴിയെ പോകുന്ന ഒരാളല്ല രുചിച്ചു നോക്കിയേ, ഈ വീഞ്ഞിനെ കുറിച്ച് നല്ല അറിവുള്ള ആള്. ആ ആത്മശക്തി ബലം നമ്മളിലേക്ക് വരണം. ആൾമാറിയവരെ പോലെ നമ്മളാകണം. അപ്പായെ ഇന്ന് എന്നെ ഒന്ന് പുതുക്കി, എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ. എന്റെ ശബ്ദം ഒന്ന് മാറട്ടെ, എന്റെ ആ ഭാവം ഒന്ന് മാറട്ടെ. ഒരു പുതിയ ഹൃദയം എനിക്ക് തരണേ. ചില രോഗമുള്ള അവയവങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പായെ ആത്മാവിന്റെ വെളിച്ചം ഉദിക്കുമ്പോൾ അതൊക്കെ പുതുക്കം പ്രാപിക്കാനിടയാവും. ആ വേദനിക്കുന്ന ഭാഗത്തേക്ക് ആത്മാവിലൊന്ന് നോക്കിക്കേ. ആത്മാവിന്റെ വെളിച്ചം അവിടേക്കൊന്ന് പ്രവേശിക്കട്ടെ. ഇവിടെ ശൂന്യതയിലേക്ക് നമ്മളൊന്ന് നോക്കിക്കേ. ഉളവാകട്ടെ എന്ന് കൽപ്പിച്ചവന്റെ കണ്ണും കൊണ്ട് കർത്താവിനെ ധരിച്ചുകൊണ്ട് വേണം നിൽക്കാൻ. ആ ശരീരത്തിൽ കഷ്ടം അല്ലേ, അത് കർത്താവ് അപ്പന്റെ ആയുധം അതായിരുന്നു. നമ്മളും അതേ ആയുധം ധരിക്കാൻ, കഷ്ടത എന്ന ആയുധം. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ മതി, നമ്മുടെ വിഷയത്തിന് വിടുതല. ചിലർ എന്റെ വിഷയം, എന്റെ മക്കള്, എന്റെ കുടുംബം എന്ന് പറഞ്ഞ് കരയുമോ. അപ്പൊ ചിലരുടെ വിഷയത്തിന് വിടുതലേ ആവുന്നില്ല. അപ്പൊ ഒന്ന് പരീക്ഷ നോക്കിക്കേ. നമ്മളെക്കാൾ വേദന അനുഭവിക്കുന്ന നമ്മുടെ തൊട്ടടുത്ത ഒരു കുടുംബമുണ്ട്, നമ്മുടെ കുടുംബത്തിൽ ഒരാളുണ്ട്. അവർക്ക് വേണ്ടി ഇന്ന് എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ. ഇവിടെ നമ്മുടെ വിഷയത്തിന് വിടുതലാണ്. ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളാണ് പരീക്ഷിക്കുന്നത്. ദൈവപ്രവൃത്തി ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുക. ടെൻഷൻ, വലിയ ടെൻഷൻ ഉണ്ടായിരുന്നതെല്ലാം മാറി. കാരണം ഇപ്പൊ പറഞ്ഞു കേട്ട് നടക്കുകയല്ല, കണ്ണാൽ കണ്ട് ഹൃദയം കൊണ്ട് അനുഭവിച്ചിട്ട് ഇങ്ങനെ നടക്കുക. ആരെങ്കിലും കണ്ട് ആരെങ്കിലും പറഞ്ഞ സാക്ഷ്യം കൊണ്ടല്ല നടക്കുന്നത്, സ്വന്തം അനുഭവിച്ച സാക്ഷ്യം കൊണ്ടാണ്. അപ്പൊ സാമ്പത്തിക നേരത്തെയൊക്കെ ഇരുന്നുകൊണ്ട് കരയുമായിരുന്നു. അയ്യോ നാളെ എന്തോ ചെയ്യും കർത്താവേ, ഞാൻ എങ്ങനെ വാടക കൊടുക്കും, എന്റെ മക്കളുടെ കാര്യം എന്തായിത്തീരും, എനിക്ക് അതില്ലല്ലോ ഇതില്ലല്ലോ, ഇപ്പൊ എനിക്ക് ആദിയില്ലോ, എന്നെ കാര്യം. എല്ലാം തികഞ്ഞു എന്ന് വിചാരിക്കല്ലേ ദൈവമക്കളെ, എല്ലാം തികഞ്ഞിട്ടൊന്നുമല്ല. ആ ഭയം ഭീതി എന്നിൽ നിന്ന് നീങ്ങിപ്പോയി. എന്റെ തമ്പുരാൻ എന്നെ ബലപ്പെടുത്തി ഓരോ ദിവസവും. അപ്പൻ എന്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യമായി. കാണാൻ തുടങ്ങി. ഇവിടെ അകങ്കണ്ണൊന്ന് തുറക്കണം. ആ കൃപാവരമൊക്കെ വലിയ മങ്ങിക്കിടക്കുവാണെങ്കിൽ അപ്പായോടൊന്ന് ചോദിച്ചേ, ആ പൗലോസിന്റെ കണ്ണിൽ നിന്ന് ആ ചെതുമ്പൽ മാറി പോലെ ഒന്ന് മാറട്ടെ. ദർശനത്തെ മങ്ങി വെച്ചിരിക്കുന്ന, ആ വെളിപ്പാടിനെ മറച്ചു വെച്ചിരിക്കുന്ന, ആ പ്രവചനപരത്തെ ഹല്ലേലൂയ സ്തോത്രം മറച്ചു വെച്ചിരിക്കുന്ന ആ മറ നീക്കി നമ്മുടെ കർത്താവ് നമുക്കൊന്ന് ആ കൃപാവരം ഒന്ന് വ്യക്തമാക്കി തരട്ടെ. വെളിപ്പാടില്ലാതെ നമുക്ക് അപ്പായുടെ വേല ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവർക്കും വെളിപ്പാട് വേണം, ദർശനം വേണം, കാഴ്ചപ്പാട് വേണം. വെളിപ്പാടില്ലാത്തടുത്ത് ജനം മര്യാദ വിട്ട് നടക്കുക. കർത്താവ് സ്നേഹിക്കുന്നവർക്ക് ലഭിക്കുന്നത് ആ വെളിപ്പാടും ദർശനവും കാഴ്ചപ്പാടും ഒക്കെ, ഒരു അധികാരവും ഒക്കെ. സമയം തീരാൻ പോവാ. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ചോദിച്ചു മേടിക്കണം, കർത്താവ് ഒരു ടോർച്ച്, ഒരു ഇരുട്ടത്ത് നടക്കാൻ നമുക്കൊരു ടോർച്ച് വേണം. ദൈവത്തിന്റെ വചനം, ഹല്ലേലൂയ, ആ വചനമാകുന്ന ടോർച്ച്, വ്യക്തത. കർത്താവ് നമ്മളെ അറിയിക്കാതെ ഒന്നും ചെയ്യും. എന്റെ മക്കളെ രണ്ടുപേരും കൂടെ ഞാൻ എറണാകുളത്ത് വിട്ടിരിക്കും, അവിടെ അവര്. അപ്പം ഞാൻ അവരുടെ കൂടെയില്ല, അവരവിടെ. ഞാൻ എൻ്റെ അപ്പായോട് പറഞ്ഞു, അപ്പായേ ഇന്ന് അവരുടെ കൂടെ ഞാനില്ല, പക്ഷെ എൻ്റെ അപ്പായുണ്ട്. ഹന്ന ഷൗമേൽ ബാലനെ ആലയത്തിൽ കൊണ്ട് സമർപ്പിച്ച പോലെ എൻ്റെ മക്കളെ രണ്ടിനെയും കൂടെ ഞാൻ ആ ക്രൂശിന്റെ ഓട്ടിലോട്ട് അങ്ങ് വെച്ചു, സമർപ്പിച്ചു. പറഞ്ഞു, എൻ്റെ അപ്പായെ അപ്പനായി, അമ്മയായി, സ്നേഹിതനായി ഹല്ലേലൂയ കൂടിയിരിക്കണേ. അങ്ങേ വിട്ടിടത്തോട്ടോ വലത്തോട്ടോ വിടല്ലേ. അവരെ കൊണ്ട് കോടികളൊന്നും ഉണ്ടാക്കണ്ട അപ്പായെ. ഒരു സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒന്നും എനിക്ക് വേണ്ട. എന്റെ ഏറ്റവും വലിയ സമ്പത്ത് എൻ്റെ അപ്പ തന്നിരിക്കുന്ന സമാധാനം.
കോടിക്കണക്കിനുള്ളവരെ എനിക്കറിയാം. കഴിക്കാനും നേരെയില്ല, കുടിക്കാനും നേരെയില്ല, ഉറങ്ങാനും നേരെയില്ല, സമാധാനവും ഇല്ല, സ്വസ്ഥതയില്ല. മൃഗത്തിന് തുല്യരായിട്ട് അവരിങ്ങനെ നടക്കുക. മനുഷ്യത്വം ഇല്ല. എന്തിനാ അതേ മക്കളെ അങ്ങനെയൊക്കെ ചെയ്യും? ഷുണ്ണാനും ഉടുക്കാനും ഒക്കെ നമുക്ക് വേണം. ആരുടെ മുമ്പിൽ കൈ നീട്ടി എനിക്ക് തരണേന്ന് പറഞ്ഞ് നമ്മളെ നടത്തരുത്. നമുക്ക് കയറി കിടക്കാൻ വീട് വേണം, നമുക്ക് വസ്ത്രം വേണം, നമുക്ക് ഭക്ഷണം വേണം, നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, നമ്മുടെ മക്കൾക്ക് ആവശ്യമുള്ളത് വേണം. മക്കള് അമ്മയപ്പന്മാർക്ക് വേണ്ടിയല്ല, അമ്മയപ്പന്മാർ മക്കൾക്ക് വേണ്ടി അത്രേ ഛർദിച്ചു വെക്കേണ്ടത്. മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം, കർത്താവേ എന്റെ മക്കൾക്ക് നീക്കി വെക്കാനുള്ളത്, എന്റെ മക്കൾക്ക് കൊടുക്കാനുള്ളത് എന്റെ കരുത്തി തരണം. അത് നമ്മുടെ അവകാശം. നമുക്ക് ആവശ്യമുള്ളത് ചോദിക്കണം, വേണം, നമുക്ക് ആവശ്യം അത്. ദൈവിക അല്ലാത്തതൊന്നും വേണ്ട. നമ്മുടെ കുഞ്ഞുങ്ങൾ വലിയ ഡോക്ടറായി, എഞ്ചിനീയറായി, വക്കീലായി. മനുഷ്യത്വം ഇല്ലാതെ ഡോക്ടറായിട്ട് എന്നാ കാര്യം? എഞ്ചിനീയറായിട്ട് എന്നാ കാര്യം? മനുഷ്യത്വം ഇല്ല, ഒന്നുമില്ല. മാതാപിതാക്കൾ ആരാ, സഹോദരങ്ങൾ ആരാ, സ്നേഹിതരാരാ, ഒന്നും അറിയത്തില്ല. ഒരു മനസാക്ഷി, ഒരു സുബോധവും ഇല്ല. കുറെ വിദ്യാഭ്യാസം ഉണ്ട്, എന്നാ കാര്യം? ചിലര് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം എന്ന് പറയും. വിദ്യാഭ്യാസം വേണം, വിദ്യാഭ്യാസം അത് ദൈവം തരുന്നതാണ്. വിദ്യാഭ്യാസം ഇല്ലാതെ നമ്മൾ പലയിടത്തും പരാജയപ്പെട്ടു. പക്ഷെ എനിക്കറിയാം, ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാത്ത എൻ്റെ അപ്പച്ചമാരെ അമ്മച്ചിമാരെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്തോ ഒരു ദൈവികത അവരുടെ മേൽ, എന്തോ ഒരു ദൈവിക പരിജ്ഞാനവും, എന്തോ ഒരു ദൈവികത അവരുടെ മേൽ. എനിക്ക് അവരെയൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാവരുടെ മേലും അല്ല ഞാൻ പറയുന്നേ, ചിലരുടെ മേൽ ഒരറിവുമില്ല, മലയാളം വായിക്കാൻ പോലും അറിയത്തില്ല. പക്ഷെ എവിടുന്നാ ദൈവം, എവിടുന്നാ അവർക്ക് ആ പരിജ്ഞാനം കിട്ടിയത്? ദൈവികമായിട്ടുള്ള പരിജ്ഞാനം ഈ ഭക്തിയിൽ നിന്നാ, ഈ വെളിച്ചത്തിൽ നിന്നാ. ഹല്ലേലൂയ. അല്ലാണ്ട് കുറെ വിദ്യാഭ്യാസം ഉണ്ടായി ലോകത്തിന്റെ സകല കാര്യങ്ങളും അറിയാം, പക്ഷെ അറിയേണ്ടത് അറിയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവികമായി ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ കാര്യം. കർത്താവ് നമുക്ക് എന്ത് തരണം? ദൈവത്തിന്റെ കരുണയിൽ നമ്മളെ നടത്തണം. ഒന്നിനും മുട്ടില്ലാതെ അപ്പം നമ്മളെ നടത്തും. ആ ഉറവ, എന്റെ കിണറ്റിലെ ആ ഉറവ വെളിപ്പെട്ടു വന്നു, ഞാൻ കണ്ടു. എന്ത് പറഞ്ഞപ്പോഴാ? ദൈവമക്കള് കണ്ടോ? നിങ്ങൾ വെളിപ്പാടിലാണോ ഇരുന്നത്? ഞാൻ ആത്മാവിൽ, അപ്പം വിശ്വാസത്തിൽ കുഴികളെ വെട്ടുവിൻ, ഈ കുഴികൾ വെള്ളം കൊണ്ട് നിറയും. മഴയില്ല, കാറ്റുമില്ലല്ലേ, പക്ഷെ ഈ കുഴികൾ വെള്ളം കൊണ്ട് നിറയും. നമ്മൾ വിശ്വസിച്ചായിരുന്നെങ്കിൽ നിശ്ചയമായിട്ട് സിസ്റ്റർ പറയുക, നമ്മൾ ഇന്ന് ദൈവസന്നിധിയിൽ വെച്ച വിഷയത്തിന് വിടുതലാതെ മക്കളെ. ഈ ദിവസങ്ങളില് എൻ്റെ ദൈവ കുഞ്ഞുങ്ങള് സാക്ഷ്യം പറയാനായിട്ട് എഴുന്നേക്കും. ചിലരുടെ വേണ്ടി ആകാശത്തിലെ കിളിവാതിൽ അപ്പ തുറക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ചിലരുടെ കണ്ണുനീര് കർത്താവ് തുടച്ചു കളയുക. ചിലരുടെ ഹൃദയത്തിലെ ആ ഭാരമുണ്ടല്ലോ, ഒരു ഭീതി, ഒരു ഭയപ്പെട്ടിരുന്ന ആ വിഷയം, അതെടുത്തു മാറ്റുക. ഞാൻ ആത്മാവി കണ്ടുകൊണ്ടാ സംസാരിക്കണേ. ദൈവമക്കൾ അത് ഏറ്റെടുത്തോണം. ഇന്ന് നമ്മുടെ വിടുതലിന്റെ ദിവസാ. വെറുതെ കേൾക്കാനും കാണാനും എല്ലാം നമ്മൾ വന്നുകൂടിയത്. അപ്പയോട് പറയണം, അപ്പായേ ഇന്ന് ഞങ്ങളുടെ വിടുതൽ ദിവസാ. ഞാൻ ഭ്രമിച്ചു പോകാതിരിക്കാൻ, ഞാൻ വ്യാകുലപ്പെടാതിരിക്കാനാ എന്റെ പ്രാണനാഥൻ ഇത് അനുഭവിച്ചത്. മർക്കോസ് സുവിശേഷം 14:32 മുതൽ നമ്മൾ വായിച്ചു. അവൻ പ്രാണഭയത്തിലായി. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ആരെങ്കിലും ഇച്ചിരി കടം ഉണ്ടാവും, അല്ലെങ്കിൽ ശരീരത്തിന് ഇച്ചിരി വേദന ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയം ഇച്ചിരി ഉണ്ടാവും. നമ്മുടെ കർത്താവ് അനുഭവിച്ച പോലെ വല്ലതും നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? അത്രയും വേദനയിലായത് നമ്മുടെ സങ്കടം മാറ്റാനാണ്. ആ ചിറകടിയിലും മറയപ്പെട്ടോ നമ്മളെ കാണുന്ന ഒരു അപ്പയെ കാണണം, നമ്മുടെ ശബ്ദം കേൾക്കുന്ന ഒരു അപ്പയുടെ ശബ്ദം കേൾക്കണം. ആ ഒരു തീയുടെ മണം ഉണ്ടായിരിക്കണം നമ്മളിൽ. ആ ഒരു തീയുടെ മണം, അഭിഷേകത്തിന്റെ ആ പരിജ്ഞാനത്തിന്റെ വാസന അല്ലേ. 2 കൊരിന്ത്യരിലാന്ന് തോന്നുന്നു, 2-ാം അധ്യായത്തിന്റെ 14 തോന്നുന്നു, നോക്കിക്കോട്ടെ. അതെ, 14-ാം വാക്യം, 2 കൊരിന്ത്യർ 2:14. ക്രിസ്തുവിൽ ഞങ്ങൾ എപ്പോഴും ജയോത്സവമായി നടത്തുകയും
എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിൽ മാത്രമല്ല, ആരുടെ ഇടയിലൊക്കെയാ? നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. രക്ഷിക്കപ്പെടാത്തവരുടെ ഇടയിലും രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിലും നമ്മൾ ആരായിരിക്കണമെന്നാ? സൗരഭ്യവാസനയായിരിക്കണമെന്ന്. അപ്പൊ പത്രോസ് പറയാണ്, മൂർഖന്മാർക്ക് വരെ കീഴടങ്ങിയിരിക്കാൻ. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് മാത്രമല്ല, ആ ഫേബമോൾ ഉണ്ടല്ലോ, സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ സന്തോഷമുണ്ട് മോളെ കണ്ടതില്. എല്ലാവർക്കും എന്നെ അറിയാം, എനിക്ക് പരിചയമുള്ള ആരുമില്ല, മോള് മാത്രമേ ഉള്ളൂ. അപ്പോ നമ്മൾ ഇന്ന് സൗരഭ്യവാസനയാണ്, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ സൗരഭ്യവാസന. അപ്പൊ അത് മറ്റുള്ളവര് അത് നമ്മളിൽ നിന്ന് അനുഭവിക്കണം. ദുർഗന്ധം വരരുത് നമ്മളിൽ നിന്ന്. സൗരഭ്യവാസന നമ്മൾ മറ്റുള്ള, അതെന്നാ? സമാധാനം. നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം സമാധാനം. അതാ സൗരഭ്യം. നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ അവിടെ സമാധാനം. പിള്ളേര് പറയും, മമ്മി ഇവിടെ ഇല്ലെങ്കിൽ ഇവിടെ ഇരിക്കാൻ തോന്നില്ല, അല്ലേ? അപ്പൊ നമ്മുടെ സഹോദരങ്ങളുടെ വീട്ടിലോട്ട് ചെല്ലുക, വരുന്നുണ്ട് എന്ന് പറയരുത്. അയ്യോ, ആന്റി വരുന്നുണ്ട്, അങ്കിള് വരുന്നുണ്ട്. സന്തോഷത്തോടെ നമ്മളെ സ്വീകരിക്കണം, അല്ലേ? ആ ഒരു സ്നേഹം നമ്മൾ അനുഭവിക്കണം. നമ്മൾ ആർക്കും ഒരു ബുദ്ധിമുട്ടോ സങ്കടമോ ഭാരമോ നമ്മുടെ സംസാരമോ നമ്മുടെ പ്രവൃത്തിയോ അത് ഇച്ചിരി നമ്മൾ ഇച്ചിരി വില കൊടുത്താണേലും, ഇച്ചിരി സങ്കടം അനുഭവിച്ചാണേലും, ഇച്ചിരി നഷ്ടം സഹിച്ചാണേലും. ഇപ്പൊ സമയം തീരാറായി. ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട്, നമ്മൾ ബന്ധുവീട്ടിലൊക്കെ പോകും, നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളയിടത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ച്, ഒരു ചോക്ലേറ്റോ ഒരു ചെറിയ കേക്കോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുക, അല്ലേ? അതൊക്കെ ഒരു ദൈവീകതയാണ് മക്കളെ. അപ്പൊ നമ്മൾ വരാനായിട്ട് അവർ കാത്തിരിക്കുന്ന ഒരു അനുഭവം. എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര ഉള്ള വീടുകളാന്ന് പറഞ്ഞാലും, നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും അല്ലേ, ഒരു സ്നാക്സോ ഒരു ചോക്ലേറ്റോ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് നമ്മൾ പോകണം. അതൊക്കെ ഒരു ദൈവീകത. അത് പരിശുദ്ധാത്മാവുള്ളവർക്കേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾക്ക് ശൂന്യത ഉണ്ടാവരുത്, അല്ലേ? ശൂന്യതയാണെങ്കിൽ നമുക്ക് അതൊന്നും നടക്കത്തില്ല. അപ്പായോട് പറയണം, അപ്പായെ എനിക്ക് ഇതൊക്കെ ഇഷ്ടം, എനിക്ക് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടം അപ്പായെ, എന്റെ കരത്തി ഒന്ന് നിറയ്ക്കണേ, അങ്ങ് ഞാൻ കൊടുക്കാം. നമ്മുടെ കരത്തി അപ്പം നിറയ്ക്കാൻ പോവുക കേട്ടോ. നമ്മുടെ കഷ്ടത അപ്പച്ച മാറ്റാൻ പോവുക. ഏത് ഏത് പൈശാചിക ശക്തിയാ നമ്മളെ ദണ്ഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ആ വ്യാപാരത്തെ നിന്ന് അടിച്ച് പുറത്താക്കാൻ പോവാ നമ്മൾ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമുക്ക് ആവർത്തനം 32 അല്ലേ, കുഞ്ഞ് പാടിയ പാട്ടിൽ നിന്നാ വചനം എടുത്തത്. താനവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തും കണ്ടു. അവനെ ചുറ്റി പരിപാലിച്ചു, കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ചവനെ എടുത്ത് തന്റെ ചിറകിന്മേൽ അവനെ വഹിച്ച് യഹോവ തനിയെ അവനെ നടത്തി. അവനോടുകൂടി അന്യദൈവം ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. ആ കഴുകൻ ആ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ, കോഴിയില്ലേ, ആ തള്ളക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകടി ചേർക്കുന്നത് പോലെ ആ ചിറകടിയിലേക്ക് നമുക്ക് അങ്ങ് കയറാം, ആ സാന്നിധ്യത്തിലേക്ക്. ഈ വചനങ്ങളാല് ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ വലിയ നിറവ് നമ്മുടെ മേൽ ഹല്ലേലൂയ വരട്ടെ. നമുക്ക് ഇന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അപ്പച്ച ഇന്ന് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, വെറുതെ ആവല്ലേ. ഇന്ന് ഞങ്ങൾക്ക് ഇവിടുന്ന് അത് കാണുമല്ല, പ്രത്യക്ഷമായി ആ ഒരു സന്തോഷം നമ്മൾ അനുഭവിക്കാനിടയാണ്. യാക്കോബ് ജോസഫ് അയച്ച രഥം കണ്ടപ്പോഴാണ്, ഹല്ലേലൂയ, സ്തോത്രം, ചൈതന്യമാണ്. കേട്ടപ്പോ ഭ്രമിച്ചു പോയില്ലേ? പക്ഷെ ചൈതന്യം വന്നത് എപ്പോഴാ? ദൂത് കേട്ടപ്പോഴല്ല, രഥം കണ്ടപ്പോഴാണ്. ഇന്ന് നമ്മൾ ചിലത് കാണാൻ പോവാ. ദൂത് കേട്ടവരായിട്ടിരിക്കാനല്ല, നമ്മൾ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മേൽ ഇന്ന് വിടുതൽ പ്രാപിച്ചു, എന്റെ കരത്തിൽ അത് ലഭിച്ചു.
ഞാനത് പ്രാപിച്ചു. ആ സമാധാനം, ആ സന്തോഷം എൻ്റെ അപ്പ എനിക്ക് തന്നതിനാൽ സ്തോത്രം പറയാൻ പോവാ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദി പറയും. അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതോർത്ത് നന്ദി പറയും. ഞങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകാതിരിക്കേണ്ടതിന്, ഭ്രമിക്കാതിരിക്കേണ്ടതിന് അങ്ങ് ആ ഹല്ലേലൂയ സ്തോത്രം, ആ വേദനയെല്ലാം ഞങ്ങൾക്ക് വേണ്ടി വഹിച്ചു. അവിടുത്തെ ചിറകടിയിൽ ഞങ്ങളെ മറച്ചു വെച്ചിരിക്കുന്ന കരുണയ്ക്കായി നന്ദി പറയും. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ ഓടിച്ചെന്ന് അതിലേക്ക് അഭയം പ്രാപിക്കും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായി, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഞങ്ങൾ ആ നാമമാകുന്ന ഗോപുരത്തിലേക്ക് ഓടി വരിക. എൻ്റെ കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുക. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് ആരെങ്കിലും ഇത് കേൾക്കുന്നുവെങ്കിൽ അപ്പായേ, യേശു കർത്താവിന്റെ നാമത്തിന്റെ കുഞ്ഞുങ്ങളുടെ നന്മയുടെ വാതിൽ ഓപ്പൺ ആകട്ടെ. ഒരു നന്മ വിളിച്ചു വരുത്തിയ അപ്പയുടെ നാമത്തില് ഒരു മഹത്വം ആ വീട്ടിൽ ഇറങ്ങട്ടെ. രോഗികളായിട്ട് ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അപ്പായേ, ഇപ്പോൾ തന്നെ ആ രോഗാത്മാവിനെ യേശു കർത്താവിന്റെ നാമത്തിൽ പുറത്താക്കുകയാണ്. എന്റെ കുഞ്ഞുങ്ങള് സ്വസ്ഥത അനുഭവിക്കട്ടെ. ആ രോഗബന്ധനം അപ്പായുടെ നാമത്തിൽ അഴിയട്ടെ. സമാധാനം ഇല്ലാതെ, സന്തോഷമില്ലാതെ, ഹല്ലേലൂയ, ഏത് ഹല്ലേലൂയ സ്തോത്രം വിഷയത്തിന്മേലാണോ എൻ്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെടുന്നത്, ഏത് വിഷയമാണോ അവിടുത്തെ തിരുസന്നിധിയിൽ വെച്ചിരിക്കുന്നത്, ആ വിഷയത്തിന്മേൽ എൻ്റെ ദൈവത്തിന്റെ ആത്മാവ് ഒന്ന് തൊടണമേ. ഞങ്ങളുടെ ഭവനത്തിന്റെ ഉള്ളറയിൽ ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ അടുക്കളയുടെ മേൽ ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ ഓരോ ഉൾമുറിയിലും ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ കർത്താവേ. ഓ ഹല്ലേലൂയ, വസ്തുവിന്റെ വിഷയം, ഭവനത്തിന്റെ വിഷയം, ഏത് വിഷയം എൻ്റെ കുഞ്ഞുങ്ങൾ ഞെരുങ്ങുന്നത്, ഹല്ലേലൂയ സ്തോത്ര, സമാധാനത്തിന് വേണ്ടി കരയുന്ന കുഞ്ഞുങ്ങള്, ദൈവം അവരെ ആശ്വസിപ്പിക്കണമേ. കർത്താവ് അത് ചെയ്തതിനായി നന്ദി പറയുന്നു. ഞങ്ങളായിരിക്കുന്ന ദേശത്ത് ഞങ്ങൾ വെളിച്ചമായി തീരാനിടയാകണം. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. അപ്പ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകും. പിന്നെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും. ഹല്ലേലൂയ, ലോകത്തിന്റെ വെളിച്ചമായി വക്രതയും കോട്ടമുള്ള ജനത്തിന്റെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ട ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസുകളാകണമെന്ന് പയേ ഞങ്ങളെ ജ്യോതിസുകളാക്കി എഴുന്നേൽപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളാകുന്ന വിളക്ക് കത്തട്ടെ, തണ്ടിന്മേൽ വെച്ച വിളക്ക് പോലെ ഞങ്ങൾ ശോഭിക്കട്ടെ കർത്താവേ. ദൈവാദി ചെയ്തതിനായി നന്ദി പറയുന്നു. പ്രിയ അഭിഷിക്തന്മാരെ, അഭിഷിക്തമാരെ, കുഞ്ഞുങ്ങളെ സകലരെ അവിടുത്തെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അടിനോട് മനസ്സരിനെ ഏൽപ്പിച്ചത് വിശ്വസത്തോടെ ചെയ്യാൻ സഹായിക്കണം. ഓരോ കുടുംബത്തെയും ക്രൂശിന്റെ ചോട്ടിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ അപ്പ ഓരോ ഭവനത്തെ ഏറ്റെടുത്തതിനായി നന്ദി പറയുന്നു. സകല മഹത്വം അങ്ങേക്ക്. മാറാരോഗത്തിൽ നിന്ന്, തീരാ ദുഃഖത്തിൽ നിന്ന്, അനർത്ഥത്തിൽ, നാപത്തിൽ, അപകടങ്ങളിൽ, നിന്നയിൽ, അപമാനത്തിലും, ദൂഷ്യയിലും, ഞെരുക്കത്തിൽ ഞങ്ങളെ വിടുവിക്കണം. നല്ല കാലാവസ്ഥയെ ഞങ്ങൾക്ക് തരണം. ദൈവത്തിന്റെ സാന്നിധ്യം നിറയ്ക്കണം. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിന്റെ നാമത്തില് താഴ്മയോട് അപേക്ഷിക്കുന്നു. പ്രിയ പിതാവ് കേൾക്കണം. എന്നെ കൂട്ടായ്മയിലേക്ക് ക്ഷണിച്ച പ്രിയ ഇനസിസ്റ്റോടുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാ ദൈവമക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധി താഴ്ത്തുന്നു. ആമേൻ.